റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സൽ റിലേഷൻ, എംപ്റ്റി റിലേഷൻ, ഐഡൻറ്റിറ്റി റിലേഷൻ, ഈ മൂന്ന് റിലേഷനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്കിനി അടുത്തത് റിഫ്ലെക്സീവ് റിലേഷനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. നമുക്കൊരു സെറ്റ് എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. നമ്മളിവിടെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇതിൻ്റെ എ ക്രോസ് എഴുതാൻ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റാണ് റിലേഷൻ എന്നും പഠിച്ചു. ഒരു റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. നമ്മളിവിടെ എ ക്രോസ് എഴുതി. എ ക്രോസ് എങ്ങനെ? 1 1 1 2 1 3, 2 1 2 2 2 3, 3 1 3 2 3 3. എയിൽ 3 എലമെൻസും എ ക്രോസ് എയിൽ എത്ര എലമെൻസ് വന്നു? 3 × 3 9 എലമെൻസ്. നമുക്ക് എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആർ ഈസ് ഈക്വൽ ടു ദി സെറ്റ് ഓർഡേഡ് പെയർ 1 1 2 2 3 3 1 2 3 2. ഈ ഒരു റിലേഷന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കിയേ. ഈ റിലേഷനിലെ എലമെൻസുകൾ നോക്കിയേ. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 1 2 3 ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് 1 ഈസ് ആൻ എലമെൻറ്റ് ഇൻ എ, അല്ലെങ്കിൽ 1 ബിലോങ്സ് ടു എ. അപ്പോഴേ 1 1 എവിടെയുണ്ട്? ഈ റിലേഷനിൽ ഉണ്ട്. 1 എയിലുള്ളപ്പോൾ 1 1 റിലേഷനിൽ ഉണ്ട്. അതുപോലെ അടുത്ത എലമെൻ്റ് ഏതാ? 2 ആണ്. 2 എയിലുണ്ട്, 2 2 റിലേഷനിലുണ്ട്. 3 എയിലുണ്ട്, 3 3 ഈ റിലേഷനിലും ഉണ്ട്. അപ്പോഴേ ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ റിലേഷനിൽ ഉണ്ട്. ഇങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ എന്താ പ്രത്യേകത? എയിൽ ഉള്ള എല്ലാ എലമെൻറ്റിനും, അതായത് ഇവിടെ 3 എലമെൻറ്റ്സ് ആണ്. അപ്പം ആ 3 എലമെൻറ്റ്സിനും ഓരോന്നിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവണം. അപ്പോൾ 1ന് 1 1 ഉണ്ട്, 2ന് 2 2 ഉണ്ട്, 3ക്ക് 3 3 ഉണ്ട്. എല്ലാ എലമെൻറ്റ്സിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ റിലേഷനിൽ വേണം. ഇപ്പം 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 ഉണ്ട്, 2 2 ഉണ്ട്. പക്ഷേ ഇവിടെ 3 ഉണ്ട്. ഈ റിലേഷനിൽ 3 3 ഇല്ലെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. അതുകൊണ്ടാണ് എല്ലാ എലമെൻറ്റ്സിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ എഴുതാം. റിഫ്ലെക്സീവ് റിലേഷൻ: എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. R is reflexive if ordered pair AA belongs to R for all A belongs to A. എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും AA ആ റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള റിലേഷനാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു റിലേഷൻ ഇവിടെ എഴുതി. റിലേഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓർഡേഡ് പെയർ 1 1 3 3 1 2 3 2. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താ? എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3. അപ്പോൾ 1ന് 1 1 ഇവിടെ വേണം, 2ന് 2 2 വേണം, 3ക്ക് 3 3 വേണം. അപ്പോൾ ഇവിടെ 2ന് 2 2 ഉണ്ടോ? ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ എന്താ? ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദിസ് റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇവിടെ എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3. അപ്പോൾ 1ന് ഈ റിലേഷനിൽ 1 1 ഉണ്ട്, 2ന് 2 2 ഉണ്ടോ? ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് റിഫ്ലെക്സീവ് റിലേഷൻ അല്ലെന്ന്. 3ക്ക് 3 3 ഉണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഈ റിലേഷനിൽ അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 2 എവിടെ ഉണ്ട്? എയിലുണ്ട്. 2 ബിലോങ്സ് ടു എ, ബട്ട് 2 2 ഡസ് നോട്ട് ബിലോങ് ടു ആർ. 2 2 ആറിൽ ഇല്ല. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്തോ പറയാം? ആർ ഈസ് നോട്ട് എ റിഫ്ലെക്സീവ് റിലേഷൻ. അടുത്തത് എംപ്റ്റി റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. എംപ്റ്റി റിലേഷൻ എന്താ? ആ റിലേഷനിൽ എലമെൻറ്റുകൾ ഒന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാ? എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് അതിൻ്റെ കണ്ടീഷൻ?
എയിലുള്ള ഓരോ എലമെൻറ്റിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ് റിലേഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 1, എയിൽ 1 ഉണ്ട്. 1 1 ഈ റിലേഷനിലുണ്ടോ? ഇല്ല. 2 ഉണ്ട്, 2 2 ഇതിലില്ല. 3 ഉണ്ട്, 3 3യും ഈ റിലേഷനിൽ ഇല്ല. അപ്പോഴെന്താ ഈ എം ടി റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എം ടി റിലേഷൻ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അടുത്തത് യൂണിവേഴ്സൽ റിലേഷൻ. നമ്മൾ പഠിച്ചല്ലോ യൂണിവേഴ്സൽ റിലേഷൻ എന്താ? എ ക്രോസ് എ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിലെ എലിമെൻറ്റ്സ് 1 2 3. അപ്പോൾ എ ക്രോസ് എ ഏതാ? നമ്മൾ നേരത്തെ എഴുതിയതാണ്. എ ക്രോസ് എ ഓർഡേഡ് പെയർ 1 1 1 2 1 3, ഓർഡേഡ് പെയർ 2 1 2 2 2 3 3 1 3 2 3 3. ഇത് ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണോ നോക്കി. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ സെറ്റിലെ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3. 1 ഉണ്ട്, 1 1 ഇവിടെയുണ്ട്. 2 ഉണ്ട്, 2 2 ഇവിടെയുണ്ട്. 3 ഉണ്ട്, 3 3 റിലേഷനിൽ ഉണ്ട്. അപ്പോൾ 1 എയിലുണ്ട്, 1 1 ഈ റിലേഷനിലുണ്ട്. ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് പറയുന്നത്. ഇത് എ ക്രോസ് എ ഇതൊരു റിലേഷനാണ്, ഇത് യൂണിവേഴ്സൽ റിലേഷനാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3യും ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻ എന്താ? റിഫ്ലെക്സീവ് ആണെന്ന് പറയാമല്ലോ. ആദ്യം നമുക്ക് യൂണിവേഴ്സൽ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. അടുത്തത് ഐഡൻറ്റിറ്റി റിലേഷൻ. ഐഡൻറ്റിറ്റി റിലേഷനിൽ എന്തായിരിക്കണം? ആ റിലേഷനിൽ എയിൽ ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ടോ അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം 1 2 3 ആണ് എയിലെ എലിമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ 1 1 2 2 3 3 ഇത് മാത്രമേ ഈ റിലേഷനിൽ ഉണ്ടാകാവൂ. അപ്പോൾ അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് 3 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി റിലേഷനിലും 3 എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. 1 1 ഇവിടെയുണ്ട്, ആറിൽ 2 ഇവിടെയുണ്ട്, 2 2 ആറിലുണ്ട്, 3 ആറിലുണ്ട്, 3 എയിലുണ്ട്, 3 3 ആറിലും ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു എലമെൻറ്റും ഇതിനകത്തില്ല. അപ്പോൾ ഇതെന്താ? അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ? ആണല്ലോ. കാരണം റിഫ്ലെക്സീവ് ആണെന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പം നമുക്ക് ഈ ഐഡൻറ്റിറ്റി റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇനി നമുക്ക് ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര റിഫ്ലെക്സീവ് റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ഓഫ് എ സെറ്റ് ഹാവിങ് n എലമെൻറ്റ്സ് ഈസ് 2 raised to n square minus n. ഇതിൽ നമുക്ക് n കോമൺ എടുത്താൽ n into n minus 1 എന്ന് എഴുതാം. അപ്പം n എലമെൻ്റുള്ള ഒരു സെറ്റിന് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് എഴുതാൻ പറ്റും? 2 raised to n into n minus 1. അപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 എലമെൻറ്റ്സ് ഉള്ള ഈ സെറ്റിന് എത്ര റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവും? 2 raised to 3. എന്നിന് 3 കൊടുക്കുക. 3 into 3 minus 1. അപ്പോൾ 3 minus 1. 2 raised to 3 into 3 minus 1. എത്രയാ? ഈക്വൽ ടു 2 raised to 3 into 3 minus 1 എത്രയാ? 2. അപ്പോൾ 2 raised to 6. ഇത്രയും റിഫ്ലെക്സീവ് റിലേഷൻസ് നമുക്ക് ഈ ഒരു സെറ്റിന് എഴുതാൻ പറ്റും. എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിഫ്ലെക്സീവ് റിലേഷൻ ഈ ഒരു സെറ്റിൽ 2 raised to 6 ആണ്. 2 raised to 6 എത്ര വരും? 64. അപ്പോൾ 64 റിഫ്ലെക്സീവ് റിലേഷൻസ് നമുക്ക് ഈ ഒരു സെറ്റിന് എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അടുത്തത് സിമെട്രിക് റിലേഷൻ. നമുക്ക് ഒരു സെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5. എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ റിലേഷനിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. സെറ്റ് ഓർഡേഡ് പെയർ 1 1 1 5 5 1 3 5 5 3. ഇതിലെ എലമെൻറ്റ്സുകൾ ആദ്യത്തെ എലമെൻ്റ് ഏതാ? 1 1. ഈ 1 1 തിരിച്ചൊന്ന് എഴുതി. നമ്മൾ 1 എഴുതി. 1 1. ഈ 1 1 ഈ റിലേഷനിലെ ഒരു എലമെൻ്റാണ്. ഇനി ഈ 1 1 ഒന്ന് തിരിച്ചെഴുതിയേ. അപ്പോഴെന്തോ വരുന്നേ? 1 1 തന്നെയാണ്. അപ്പോൾ അതും ഈ റിലേഷനിൽ തന്നെയാണല്ലോ. ഇപ്പോൾ ഈ 1 1 എന്ന് പറയുന്ന എലമെൻറ്റ് തിരിച്ചെഴുതിയാലും അത് തന്നെയാണ്. അപ്പോൾ അതും ആ റിലേഷനിൽ ഉള്ളത് തന്നെയാണ്. അതുപോലെ 1 5 1 5 1 5 ഈ റിലേഷനിലെ എലമെൻ്റാണ്.
അത് തിരിച്ചെഴുതിയാൽ എന്താ 5 1. 5 1ഉം ഈ റിലേഷനിലെ എലമെൻ്റാണ് അല്ലേ. 5 ഉണ്ട്, 1 5 റിലേഷനിലുണ്ട്. അത് തിരിച്ചെഴുതുന്ന 5 1ഉം ഈ ആറിൽ ഉണ്ട്. അടുത്ത എലിമെൻറ്റ് നോക്കിയേ, 3 5 ആണ്. 3 5 തിരിച്ചെഴുതിയാൽ എന്ത് വരും? 5 3. അതും ഈ റിലേഷനിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള റിലേഷനെ നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിനകത്തുള്ള ഓരോ എലിമെൻറ്റും തിരിച്ചെഴുതുന്നതും ഈ റിലേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയും. ഇതിനകത്തുള്ള എലിമെൻറ്റ്സിന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഈ തന്നിരിക്കുന്ന റിലേഷനിലുള്ളത് മാത്രമല്ല, അത് നമ്മളിപ്പം എക്രോസ് എഴുതി അതിനകത്തുള്ള എലിമെൻറ്റ്സ് അല്ല നോക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിലെ ഓരോ എലിമെൻറ്റും തിരിച്ചെഴുതുന്ന ആ ഒരു ആ എലിമെൻറ്റ് ഈ റിലേഷനിൽ ഉണ്ടാവണം. 1 1 തിരിച്ചെഴുതിയാൽ 1 1. അതിവിടെയുണ്ട്. 1 5ന് 5 1 അത് ഇവിടെയുണ്ട്. 3 5 ആണ്. 5 3യും ഈ റിലേഷനിൽ ഉണ്ട്. അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻ നോക്കി, R ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 3 3 5 5 3 5. അപ്പോൾ ഇതിനകത്തെ എലമെൻറ്റ് 3 3 ആറിലെ എലമെൻ്റാണ്. അത് തിരിച്ചെഴുതിയാലും എന്താ 3 3 തന്നെയാണ് വരുന്നത്. അതും ഇവിടെ തന്നെയുണ്ട്. അതുപോലെ 5 5 അത് ആറിലെ എലമെൻ്റാണ്. അത് എഴുതിയാലും എന്താ 5 5 തന്നെയാണ് വരുന്നത്. ആ 5 5 ആണല്ലോ ഇത് തന്നെയാണ് വരുന്നത്. അതുപോലെ 3 5 തിരിച്ചെഴുതിയാൽ എന്ത് വരും? 5 3. ആ 5 3 ഈ റിലേഷനിലുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ 3 5 ആറിലുണ്ട്. ബട്ട് 5 3 ഡസ് നോട്ട് ബിലോങ് ടു ആർ അല്ലേ? ഡസ് നോട്ട് ബിലോങ് ടു ആർ. 5 3 ആറിൽ ഇല്ല. അപ്പോൾ എന്താ എഴുതാം നമുക്ക്? ദിസ് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് സിമെട്രിക് റിലേഷൻ്റെ ഡെഫിനിഷൻ എഴുതാം. A relation R on a set A is said to be symmetric if ordered pair AB belongs to R implies BA belongs to R for all A B belongs to A. A എന്ന് പറഞ്ഞ സെറ്റിലെ എയ്ക്കും ബിക്കും ഇവിടെ ഇതിപ്പോൾ 3 5 ഇതിവിടെ എയും ബിയും ആണ്. A3 B5. അപ്പോൾ ഇതിനകത്ത് തിരിച്ച് ബി എന്ന് എഴുതണം. ഇപ്പോൾ എ ബി ആണെങ്കിൽ തിരിച്ച് ബി എ ഈ റിലേഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഇതവിടെ 3 5 ഉണ്ട്, 5 3 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എയിലെ എല്ലാ എലമെൻറ്റ്സിനും എയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ അതിന് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന റിലേഷനിലെ എലമെൻറ്റ്സുകൾ അപ്പോൾ അത് തിരിച്ചെഴുതുന്നതും ഈ റിലേഷനിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? സിമെട്രിക് റിലേഷൻ എന്ന് പറയും. നമുക്ക് എം ടി റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണോ എന്ന് നോക്കാം. എം ടി റിലേഷൻ ആണെങ്കിൽ എന്താ? ആ റിലേഷനിലെ എലമെൻറ്റുകൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് കണ്ടീഷൻ എന്താ പറയുന്നത്? എ ബി ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ. അപ്പോഴാണ് നമ്മൾ ആർ ഈസ് സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പം ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ദെൻ ആർ ഈസ് സിമെട്രിക്. അതുപോലെ എ ബി ആറിലുണ്ട് ബട്ട് ബി എ ഡസ് നോട്ട് ബിലോങ് ടു ആർ. എ ബി ആറിലുണ്ട് പക്ഷേ ബി എ ആറിൽ ഇല്ല. അപ്പോഴാണ് നമ്മൾ അത് സിമെട്രിക് അല്ല എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഈ റിലേഷനിൽ എലമെൻറ്റുകളൊന്നുമില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ എ ബി ആറിൽ ഉണ്ടെങ്കിലാണ് ബി എ അവിടെ വരേണ്ടത്. ഇപ്പോൾ എ ബി ആറിൽ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ പറയാൻ പറ്റും? എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിൽ ഇല്ല. അപ്പോൾ നമുക്ക് ബി എ അവിടെ വരണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇല്ല, ബി എ എവിടെ ഉണ്ടാവണം എന്ന് പറയാം. അപ്പം ഇതെന്താ? ഇതിനകത്ത് എലമെൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ പറയാൻ പറ്റില്ല. എ ബി ഉണ്ടെങ്കിലാണ് എ ബി ഉണ്ട്, ബി എ ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് സിമെട്രിക് അല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ ആണെങ്കിൽ എ ബി ആദ്യ രണ്ട് കേസിലും എ ബി ഉണ്ടെങ്കിലാണ് അടുത്ത പറയുന്നത്. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം, എ ബി ഉണ്ടെങ്കിൽ ബി എ ഇല്ലെങ്കിൽ അത് സിമെട്രിക് അല്ല, ഇത് സിമെട്രിക് ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എ ബി ആറിൽ ഉണ്ട് എന്ന് പറയാൻ ഇവിടെ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ റിലേഷനെ സിമെട്രിക് ആണെന്ന് പറയും. അപ്പോൾ നമുക്കെന്ത് പറയാം? എം ടി റിലേഷൻ ഈസ് സിമെട്രിക്. എം ടി റിലേഷൻ ഈസ് സിമെട്രിക്. അടുത്തത് യൂണിവേഴ്സൽ റിലേഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഏതാ നേരത്തെ എടുത്തത്? എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5. എക്രോസ് എഴുതാം. എക്രോസ് ആണല്ലോ യൂണിവേഴ്സൽ റിലേഷൻ. എക്രോസ് എഴുതി. ഇനി നമുക്കിത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആവണമെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ 1 1 ഈ റിലേഷനിലുണ്ട്, എക്രോസ് എയിൽ 1 1 ഉണ്ട്. അപ്പോൾ തിരിച്ച് 1 1 എഴുതിയാൽ അത് തന്നെയാണല്ലോ. അതുപോലെ 1 3 ഉണ്ട്. അപ്പോൾ എന്ത് വേണം?
3 1 ഈ എക്രോസ് എയിൽ ഉണ്ടോ എന്ന് നോക്കണം. 3 1 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടല്ലോ. 1 3K 3 1 ഇവിടെയുണ്ട്. ഇനി 1 5 1 5-ന് എന്ത് വേണം? ഈ റിലേഷനിൽ 5 1 ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അതെ, 5 1 ഉണ്ടല്ലോ. അതുപോലെ ഇനി 3 3 3 3 തിരിച്ചെഴുതിയാൽ എന്താ? 3 3 തന്നെയാണ്. അപ്പോൾ അത് ഇത് തന്നെയാണ്. ഇനി 3 5 3 5 ഉണ്ടെങ്കിൽ എന്താ? 5 3 ഇവിടെ ഉണ്ടാവണം. 3 5-ന് 5 3 ഉണ്ടല്ലോ ഇവിടെ. പിന്നെന്താ? 5 5 5 5 തിരിച്ചെഴുതിയാലെന്താ? അത് തന്നെയാണ്, 5 5 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ എക്രോസ് എയിലെ എല്ലാ എലമെൻറ്റിനും അതിനകത്ത് തന്നെ തിരിച്ചെഴുതുന്ന എലമെൻറ്റും ഈ റിലേഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം? യൂണിവേഴ്സൽ റിലേഷൻ ഈസ് സിമെട്രിക്. അടുത്തത് ഐഡൻറ്റിറ്റി റിലേഷൻ. ഐഡൻറ്റിറ്റി റിലേഷൻ എങ്ങനെയാണ്? സെറ്റ് നമുക്ക് തന്നിരിക്കുന്ന A = 1 3 5 ആണ്. അപ്പോൾ അതിലെ 1-ന് 1 1, 3-ക്ക് 3 3, 5-ന് 5 5. ഇത്ര എലമെൻറ്റ്സ് അല്ലേ ഐഡൻറ്റിറ്റി റിലേഷൻ ഉണ്ടാവൂ. അപ്പം നമുക്ക് ഐഡൻറ്റിറ്റി റിലേഷൻ സിമെട്രിക് ആണോ നോക്കിയാൽ എങ്ങനെ പറയാം? 1 1 തിരിച്ചതിന് 1 1 ഇവിടെ തന്നെയുണ്ട്. 3 3 ഇതിലെ എലമെൻ്റാണ്. 3 3 തിരിച്ചെഴുതിയാലും അത് തന്നെയാണ്. 5 5 ആറിലെ എലമെൻ്റാണ്. അത് തിരിച്ചെഴുതിയാലും 5 5 തന്നെയാണ്. അത് ഈ റിലേഷനിൽ ഉണ്ട്. അപ്പം ഈ റിലേഷനിലെ എല്ലാ എലമെൻറ്റും തിരിച്ചെഴുതുന്നതും ഈ റിലേഷനിൽ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തു പറയാം? ഐഡൻറ്റിറ്റി റിലേഷൻ ഈസ് സിമെട്രിക്. അപ്പോൾ നമുക്ക് എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും ഐഡൻറ്റിറ്റി റിലേഷനും സിമെട്രിക് റിലേഷനാണെന്ന് നമ്മളിവിടെ മനസ്സിലായി. ഇനി n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് ആ സെറ്റിൽ നിന്ന് എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എത്ര സിമെട്രിക് റിലേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് ഓഫ് എ സെറ്റ് വിത്ത് n എലമെൻറ്റ്സ് ഈസ് 2n² + n/2. അപ്പോൾ അതിനെ നമുക്ക് n × n+1/2 എന്ന് എഴുതാം. ഇതിൽ നിന്ന് n കോമൺ എടുക്കാം. അപ്പോൾ n × n+1/2. അപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര സിമെട്രിക് റിലേഷൻസ് എഴുതാൻ പറ്റും? 3 × 3 + 1 4 4 × 4 × 3 12/2 6 2⁻6. ഇവിടെ ഈ തന്നിരിക്കുന്ന സെറ്റിന് നമുക്കിവിടെ എത്ര സിമെട്രിക് റിലേഷൻസ് എഴുതാൻ പറ്റും? 2⁻6. ഇവിടെ നമുക്ക് 2 ലൈൻ വരയ്ക്കാം. L1 ഇത് L1 ഇത് L2. ഈ ഇവിടുത്തെ തന്നിരിക്കുന്ന റിലേഷൻ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പം നോക്കിയേ, ഈ ഒരു റിലേഷൻ സിമെട്രിക് ആണോ നോക്കിയേ. സിമെട്രിക് ആവണമെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ L1 L2 ബിലോങ്സ് ടു R. ആ റിലേഷനിലെ എലമെൻ്റ് ആണ് L1 L2 എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്താ? ഈസ് പെർപെൻഡിക്കുലർ ടു. അതുപോലെ L1 L2 ആറിലുണ്ടെങ്കിൽ എന്താ? L2 L1ഉം ആ റിലേഷനിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഇവിടെ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അങ്ങനെയാണെങ്കിൽ L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. തിരിച്ചും പറയാമല്ലോ, L1 L2-ന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ L2 L1-നും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ എന്നുള്ള ഈ ഒരു റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണ്. അതുപോലെ തന്നെയാണ് പാരലൽ. പാരലൽ ആണെങ്കിൽ ഇത് L1 ഇത് L2. L1 ഈസ് പാരലൽ ടു L2. തിരിച്ചു പറയാമല്ലോ, L2 ഈസ് പാരലൽ ടു L1. അപ്പോൾ ഈസ് പാരലൽ ടു എന്ന് പറയുന്ന റിലേഷൻ, അതായത് പാരലൽ എന്നുള്ള റിലേഷൻ നമുക്ക് എന്താ? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാം. അടുത്തത് ട്രാൻസിറ്റീവ് റിലേഷൻ. നമുക്കിവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. A = സെറ്റ് 1 3 5. എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ R = ദി സെറ്റ് ഓർഡേർഡ് പെയർ 1 3 3 5 1 5. ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇത് നമുക്ക് AB എന്നും ഇത് BC എന്നും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ആദ്യത്തെ ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻ്റായ 3-ൽ തുടങ്ങുന്ന വേറൊരു ഓർഡേർഡ് പെയർ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. ഇതാണല്ലോ, ഇത് ഇവിടെ 3-ൽ അവസാനിക്കുന്നു. ഇവിടെ 3 ഫസ്റ്റ് എലമെൻ്റായിട്ട് വരുന്ന അടുത്ത ഓർഡേർഡ് പെയർ 3 ആണ്. അപ്പോൾ 1 3 3 5. ഇതിനെ നമുക്ക് AB BC എന്ന് എഴുതാം. ABയും BCയും ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ AC ആ റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ AB യും BC യും റിലേഷനിലുണ്ടെങ്കിൽ
എ സി ആ റിലേഷനിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്താ 1 5 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റിലേഷനെ നമുക്ക് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ, ദെൻ എ സി ബിലോങ്സ് ടു ആർ. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. A relation R on a set A is said to be transitive if ordered pair AB belongs to R and BC belongs to R implies AC belongs to R for any A, B, C in A. ഇനി വേറൊരു സെറ്റ് നോക്കിയേ, വേറൊരു റിലേഷൻ R is equal to set 1 5 5 3 3 3. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഓർഡേർഡ് പെയർ 1 5 ആണ്. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ അവസാനത്തെ സെക്കൻഡ് എലമെൻ്റ് ഏതാ? ഈ ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ഏതാ? 5 ആണ്. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 5 ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്ന വേറെ ഒരു ഓർഡേർഡ് പെയറാണ് ഇത്. അപ്പം എ ബി ബി സി, അങ്ങനെയാണെങ്കിൽ എ സി എന്താ? 1 3. ഈ 1 3 ഈ റിലേഷനിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തോ പറയാം, അങ്ങനെ ഈ റിലേഷനിൽ അത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ലെന്ന് പറയാം. ഇവിടെ നോക്കിയേ, 5 3 ഉണ്ട്. അടുത്ത ഈ 3യിൽ തന്നെയാണ് അടുത്ത ഓർഡേർഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തോ പറയാം, എ ബി ബി സി എന്ന് പറയാം. പക്ഷേ എ സി എന്താ? 5 3. ആ 5 3 പക്ഷേ ഇവിടെയുണ്ട് അല്ലേ? പക്ഷേ ഇതിനകത്തുള്ള എല്ലാത്തിനും വരണ്ടേ? ഇതിന് മാത്രം ഇപ്പം ഇത് ശരിയായി, പക്ഷേ വേറെ 2 എലമെൻ്റ് ഇതാ ഇവിടെ അതേപോലെ എ ബിയും ബി സിയും ഉണ്ട്. അപ്പം ഒരു സെറ്റിനകത്ത് എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ അവിടെ എ സിയും ഉണ്ടെങ്കിലാണ് നമ്മളത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. എല്ലാ എ ബിക്കും ബി സിക്കും, ഏത് എ ബിയും ബി സിയും ആ റിലേഷനിലുണ്ടോ അങ്ങനെ വരുമ്പോൾ അവിടെ എ സി ഉണ്ടെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് 1 5 5 3 ഉണ്ട്, പക്ഷേ 1 3 ഇവിടെ ഇല്ല. അപ്പോൾ ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. നമുക്ക് 3 പാരലൽ ലൈൻസ് വരയ്ക്കാം. ഇത് L1 L2 L3. അപ്പോൾ ഈ ലൈൻ നമുക്ക് L1 നമുക്ക് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് എന്താ? പാരലൽ എന്നാണ്. L1 ഈസ് പാരലൽ ടു L2. അത് പാരലലാണ് ഇവിടുത്തെ റിലേഷൻ. ഇവ തമ്മിൽ പാരലലാണ്. അപ്പോൾ ഈ ലൈൻ L1 ഈസ് പാരലൽ ടു L2, അതുപോലെ L2 ഈസ് പാരലൽ ടു L3. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിലേഷൻ എന്താ? പാരലലാണെന്നുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്ക് L1 L2 ബിലോങ്സ് ടു R. ഇവിടുത്തെ റിലേഷനിലെ എലമെൻ്റ് അല്ലേ L1, കാരണം L1ഉം L2ഉം പാരലലാണ്. ഇനി ആൻഡ് L2 L3 ബിലോങ്സ് ടു R. അതും പറയാമല്ലോ. L2 ഈസ് പാരലൽ ടു L3. L2 ഈസ് പാരലൽ ടു L3. അങ്ങനെയാണെങ്കിൽ നമുക്ക് L1 ഈസ് പാരലൽ ടു L3 എന്ന് പറയാമല്ലോ അല്ലേ? L1 L2ന് പാരലലാണ്, L2 L3ക്ക് പാരലലാണ്. അപ്പോൾ നമുക്ക് L1ഉം L3യും പാരലലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതെന്ത് പറയാം? L1 L3 ബിലോങ്സ് ടു R. ആറിലെ എലമെൻ്റാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഈസ് പാരലൽ ടു എന്ന് പറയുന്ന റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അതേസമയം നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് എടുത്താലോ? നമുക്ക് 2 പെർപെൻഡിക്കുലർ ലൈൻസ് എടുക്കാം. ഇത് രണ്ടും, ഇതിപ്പം ഇത് L1, ഇത് L2 L3. ഇവിടെ റിലേഷൻ പെർപെൻഡിക്കുലർ ആണെന്നുള്ളതാണ്. അപ്പോൾ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പോൾ നമുക്ക് പറയാം L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആൻഡ് L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3 ആണല്ലോ. ഇതും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ L2ഉം L3യും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് L1 L2 ബിലോങ്സ് ടു R. അതുപോലെ L2 L3 ബിലോങ്സ് ടു R. L2ഉം L3യും ആറിലെ എലമെൻ്റ് ആണ്, കാരണം L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. ഈ L2ഉം L3യും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് L1ഉം L3യും പെർപെൻഡിക്കുലർ ആണെന്ന് ഇവിടെ പറയാൻ പറ്റുമോ? നോക്കിയേ, L1 ഈസ് പാരലൽ ടു L3. ഇവിടെ പെർപെൻഡിക്കുലർ ആവില്ല. അപ്പം L1 L3 ഡസ് നോട്ട് ബിലോങ് ടു R. അപ്പോൾ കാരണം എന്താ? L1 ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു L3. L1ഉം L3യും പെർപെൻഡിക്കുലർ അല്ല. ഇവിടെ എന്താ? പാരലലാണ് ആ 2 ലൈൻസും. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ എന്താ? ട്രാൻസിറ്റീവ് അല്ല. അടുത്തത് യൂണിവേഴ്സൽ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് A ഈസ് ഈക്വൽ ടു Z1 3 5 A ക്രോസ് A.
ഈ എ ക്രോസ് എ ആണല്ലോ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞത്. ഈ എ ക്രോസ് എ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ 1 1. അപ്പോൾ ഈ 1ൽ തുടങ്ങുന്ന വേറെ ഒരു നമ്പർ 1 1 1 3. അപ്പോൾ എ ബി ബി സി. ഇപ്പോൾ 1 3 ഇവിടെ ഉണ്ടോ നോക്കിയേ, ഉണ്ടല്ലോ 1 3. അതുപോലെ 1 3. ഇനി 3ൽ തുടങ്ങുന്ന വേറൊരെണ്ണം 3 1. അപ്പോൾ 1 3 3 1. അങ്ങനെ 1 1. അപ്പോൾ എ ബി ബി സി എ സി. അപ്പോൾ 1 1 1 1 ഇവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് 1 5. 5ൽ തുടങ്ങുന്ന വേറെ 5 1. 1 5 5 1. അപ്പോൾ ഏതാ എ ബി ബി സി. അപ്പോൾ എ സി ഏതാ 1 1. 1 1 ഇവിടെ ഉണ്ടല്ലോ. ഇനിയോ 3 3. 3ൽ തുടങ്ങുന്ന വേറെ 3 5. അപ്പോൾ ഏതാ 3 3 3 5. എ ബി ബി സി. അപ്പം എ സി ഏതാ 3 5. 3 5 ഇവിടെ ഉണ്ടല്ലോ. 3 5 ഇവിടെ ഉണ്ട്. ഇനി 5 1. ഇവിടെ 5 1 ഉണ്ട്. 1 5 ഉണ്ട്. അപ്പോൾ 5 5 ഉണ്ടാവണമല്ലോ. അപ്പോൾ 5 1 1 5. അപ്പോൾ എ ബി ബി സി. അപ്പം എ സി ഏതാ 5 5. അപ്പോൾ 5 5 ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഈ എ ക്രോസ് എയിലുള്ള എ ബിയും ബി സിയും ഈ എ ക്രോസ് എയിലുണ്ട്. അങ്ങനെ വരുന്ന എല്ലാ എ ബിക്കും ബി സിക്കും എ സിയും ഈ എ ക്രോസ് എയിൽ ഉണ്ട്. എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അങ്ങനെ വരുന്ന എ ബിക്കും ബി സിക്കും എല്ലാം എ സി ഈ എ ക്രോസ് എയിലുണ്ട്. അതുകൊണ്ട് എ ക്രോസ് എ എന്താ, ഈ യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. അടുത്തത് എം ടി റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ആർ ഈസ് ഈക്വൽ ടു എം ടി റിലേഷൻ ആണെങ്കിൽ ഇതിനകത്ത് എലമെൻറ്റുകളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എ ബി ആറിലുണ്ടാവണം, ബി സി ആറിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എ സിയും ആറിലുണ്ടെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്താ, എ ബി ഇല്ല, ബി സിയും ഇല്ല. അപ്പോൾ പിന്നെ എ സി അവിടെ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എ ബി ആ കണ്ടീഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് എം ടി റിലേഷൻ നമ്മൾ എന്ത് പറയും, ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. അതേസമയം എ ബിയും ബി സിയും ഉണ്ട്, എ സി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ എ ബിയോ ബി സിയോ ഇല്ല. അപ്പോൾ പിന്നെ എ സി അവിടെ എങ്ങനെ വരും? അതുകൊണ്ട് അങ്ങനെ വരുന്ന, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് അങ്ങനെ പറയാനുള്ള എലമെൻസുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ എന്താ, എം ടി റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. അടുത്തത് ഐഡൻറ്റിറ്റി റിലേഷൻ. ഐഡൻറ്റിറ്റി റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ നോക്കി. ഐഡൻറ്റിറ്റി റിലേഷൻ എന്താ, ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് 1 3 5 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഐഡൻറ്റിറ്റി റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതല്ലോ. 1 1 ഇതിനകത്തുള്ള എല്ലാ എലിമെൻറ്റിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം വരുന്ന റിലേഷനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 3 5 ഉണ്ട്. അപ്പോൾ 1 1 3 3 5 5. അപ്പോൾ എല്ലാത്തിനും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം, ഇനി വേറൊരു എലിമെൻറ്റ് ഇതിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന എലിമെൻറ്റിന് എല്ലാം അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ ഉള്ള അത് ഈ തന്നിരിക്കുന്ന എലിമെൻറ്റ് 1നും 3ക്കും 5നും അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രം വരുന്ന റിലേഷനാണ് ഐഡൻറ്റിറ്റി റിലേഷൻ. ഈ ഐഡൻറ്റിറ്റി റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ നോക്കിയേ. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഇവിടെ ആദ്യത്തെ എലിമെൻറ്റ് 1 1, ആ ഓഡേഡ് പെയറിൻ്റെ സെക്കൻഡ് എലിമെൻറ്റ് ഫസ്റ്റ് എലിമെൻ്റായിട്ട് വരുന്ന വേറെ ഒരു ഓഡേഡ് പെയർ ഇവിടെ ഉണ്ടോ? ഇല്ല. അടുത്ത 3 3 നോക്കി. 3 എന്ന് പറയുന്ന ആ ഒരു ഓഡേഡ് പെയറിലെ സെക്കൻഡ് എലിമെൻ്റായ 3ൽ തുടങ്ങുന്ന വേറൊരു ഓഡേഡ് പെയർ ഇവിടെ ഉണ്ടോ? ഇല്ല. അതുപോലെ ഇവിടെ 5ൽ തുടങ്ങുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കിവിടെ എങ്ങനെ പറയാം, എ ബി ഇല്ല, ബി സിയും ഇല്ല. അപ്പോൾ പിന്നെ എ സി അവിടെ എങ്ങനെ വരും? അതുകൊണ്ട് ഇവിടെയും കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട്, എ ബിയോ ബി സിയോ ഇല്ലാത്തത് കൊണ്ട് എ ബി ബി സി അങ്ങനെ പറയാൻ പറ്റുന്ന രണ്ട് ഓഡേഡ് പെയർ അല്ലെങ്കിൽ രണ്ട് എലിമെൻറ്റുകൾ ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ എ ബിയും ഇല്ല, എ ബി ഉണ്ട്, പക്ഷേ ബി സി ആ 1ൽ തുടങ്ങുന്ന ഒരു എലിമെൻറ്റ്. അപ്പോൾ എ ബി ഉണ്ട്, പക്ഷേ ബി സി എന്ന് പറയുന്ന എ ബിയും ബി സിയും, എ ബി ഉണ്ട് ബി സി ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന എ ബി ഉണ്ട് ബി സി ഇല്ല. അപ്പോൾ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഇല്ലെങ്കിലാണത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ എ ബി ഉണ്ട്, ബി സി ഇല്ല. അപ്പോൾ എന്താ, ഈ റിലേഷനെ നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ഇവിടെ കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഐഡൻറ്റിറ്റി റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഐഡൻറ്റിറ്റി റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്.